പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയുടെ കാര്യത്തിൽ കൃഷ് എടുത്ത തീരുമാനം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ ആൻറ്റിയമ്മ. ഇതേ തുടർന്ന് ആൻറ്റിയമ്മ കാര്യങ്ങൾ സാഗറിനോട് പറഞ്ഞ് കൃഷിനെ എതിരാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല എന്നുള്ള കാര്യം ആൻറ്റിയമ്മ ഇതേ തുടർന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരും കൺമണിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലും വലിയ ഉപകാരമൊന്നും ഉണ്ടാവുകയില്ല. കൺമണിയെ അവർ പുറത്താക്കുകയില്ല. അത് തന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ. ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് മാനസയെ ഫോൺ ചെയ്യുന്ന ആൻറ്റിയമ്മ, ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു, പക്ഷേ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. എല്ലാവരും ഇപ്പോൾ അവൾക്ക് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. ആൻറ്റിയമ്മേ, ഞാൻ പറഞ്ഞില്ലേ, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. കൺമണി അവളുടെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. എനിക്കിനി അറിയില്ല എന്താ ചെയ്യേണ്ടത് എന്ന്. എൻ്റെ കൃഷിനെ എനിക്ക് നഷ്ടമാകുമോ എന്നുള്ള പേടി എനിക്കുണ്ട് എന്നത് തന്നെയാണ് സത്യം. നീ പേടിക്കാതിരിക്കും മോളെ. ഈ ആൻറ്റിയമ്മ എന്തെങ്കിലും ഒരു വഴി ഉടനെ കണ്ടെത്താം. ഇപ്പോൾ കാര്യങ്ങൾ അവനും അവൾക്കും അനുകൂലമാണ് എന്നത് സത്യം തന്നെയാണ്. പക്ഷേ എല്ലായ്പ്പോഴും കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ പേടിക്കണ്ട. ഇതിനൊരു തീരുമാനം നമുക്ക് ഉടനെ ഉണ്ടാക്കാം. ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് വരികയാണ് ഇപ്പോൾ വരുൺ. തൻ്റെ മുഖത്ത് നോക്കിയാണ് കൺമണി വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒന്നും നടക്കുകയില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനിയും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ താൻ തയ്യാറല്ല. ഇതിൻ്റെ ഭാഗമായി ചെന്ന് കണ്ടിരിക്കുകയാണ് വീണ്ടും ധനലക്ഷ്മിയോട്. കാര്യങ്ങൾ വല്ലതും നടക്കുമോ? ഞാൻ ഇത് കുറെ നേരമായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. വെറുതെ എൻ്റെ സമയം കളയാ എന്നല്ലാതെ മറ്റെന്താണ് ഇവിടെ നടക്കുന്നത്? മോനെ, എനിക്ക് നീ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. നിന്റെ ഫ്രസ്ട്രേഷനും എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് നീയും കണ്ടതല്ലേ. ശ്രമിച്ചാൽ പോരാ, എനിക്ക് കാര്യം നടക്കണം. ഞാൻ പറഞ്ഞില്ലേ, അതിനാണ് ഞാൻ പൈസ നിങ്ങൾക്ക് എണ്ണി തന്നിട്ടുള്ളത്. നീ എണ്ണിത്തന്ന പൈസയുടെ കാര്യം പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കിയാൽ കൊള്ളാം. ആ കൃഷ്, ഇതിനെല്ലാം കാരണം അവനാണ്. അവൻ അവളുടെ കൂടെ ഉള്ളിടത്തോളം കാലം അവളെ നിനക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ കൃഷിനെ ഒഴിവാക്കണം അല്ലേ? വേണ്ടിവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അവളുടെ മനസ്സൊന്നും മാറുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എന്നതാണ് സത്യം. ശരി, എന്നാൽ ഞാൻ ആ കൃഷിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ വരുൺ. കൃഷിനെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇതേ തുടർന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ വരുൺ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.